എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇതിൽ ഒരു സംഖ്യ ചൂസ് ചെയ്യൂ, മനസ്സിലെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി പറയാവുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ സംഖ്യകളിലേക്കും പോകാം. ആദ്യമായി 1 എന്ന അക്കം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്നൊരു മനസ്സാണ്. എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്ത് പൂർത്തിയാക്കണമെന്നും എല്ലാം തനിക്ക് ആദ്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അതൊരു കുറ്റമല്ല. പക്ഷേ എന്നിരുന്നാലും എപ്പോഴും ആദ്യം എത്താനുള്ളൊരു വ്യഗ്രത, ഒരു മത്സരബുദ്ധി നിങ്ങളിലുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ പലയിടത്തും സമയം പാഴാക്കാതെ ജീവിതത്തിൽ മുന്നേറുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ പലപ്പോഴും എടുത്തുചാട്ടം നിങ്ങളെ പല പ്രതിസന്ധിയിലേക്കും കൊണ്ടുവന്നിടാറുണ്ട്. എങ്കിലും ജീവിതത്തിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന, ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ വെറുതെ അങ്ങ് ജീവിച്ചു പോവുകയല്ല, തൻ്റെ കയ്യൊപ്പ് എല്ലാ മേഖലകളിലും ചാർത്തണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എവിടെയും ഒന്നാമതെത്താനുള്ള വ്യഗ്രത കൊണ്ട് പലരുമായി വഴക്കും ചിലപ്പോൾ പിണക്കമൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വരും. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും ഈ മത്സരബുദ്ധി ഉള്ളത് കൊണ്ട് പലപ്പോഴും അത് പ്രകടിപ്പിക്കാനോ, അത് പ്രകടിപ്പിച്ചാൽ തന്നെ മറ്റുള്ളവർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും ജീവിതത്തെ ആരോഗ്യകരമായ ചില മത്സരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കീർത്തിയിലേക്ക് എത്തിക്കും. എവിടെയും ഒന്നാമതെത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം തന്നെ പകുതി നിങ്ങളെ വിജയിപ്പിക്കും. ഒരിക്കലും സമയം മെനക്കെടുത്താതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളുടെ മനസ്സിലെ അതിയായ ആഗ്രഹം ജീവിതത്തിലൊരു വലിയ സ്ഥാനത്ത് നിങ്ങളെ തീർച്ചയായിട്ടും എത്തിക്കും. പക്ഷേ രണ്ടാമതോ മൂന്നാമതോ എത്തിയാലും തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരെ തട്ടി നോക്കുമ്പോൾ ഇന്നത് കുറഞ്ഞു പോയി, ഇന്നത് കൂടിപ്പോയി എന്നൊക്കെ പറയുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുന്നവരാണ് ഒന്നാമത്തെ അക്കം തിരഞ്ഞെടുത്തവർ. ജീവിതം തനിക്കെപ്പോഴും നല്ലത് മാത്രമേ നൽകൂ എന്നുള്ള പ്രതീക്ഷയും ഒക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോൾ നടക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലത് നേടാൻ. അപ്പോൾ തന്നെ പകുതി നിങ്ങൾ നേടിക്കഴിഞ്ഞു. പിന്നെ അതിലേക്കുള്ളൊരു പ്രയാണം മാത്രമേ ബാക്കിയുള്ളൂ. അതും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. തീർച്ചയായിട്ടും വിജയത്തിൻ്റെ ശ്രീകോവിലിൽ നിങ്ങളുണ്ടാകും. പക്ഷേ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മറ്റൊരു വിജയമാണ് ഈശ്വരൻ നൽകിയെങ്കിൽ അതിലും തൃപ്തിപ്പെടുക. മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ അക്കം 2 എന്ന അക്കം ഫൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്നതിൽ, അത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിർണായക നിമിഷങ്ങളിൽ താൻ സ്നേഹിക്കുന്ന മറ്റാർക്കൊക്കെയോ വേണ്ടി തനിക്ക് യോഗ്യമുണ്ടായിട്ടും തനിക്ക് ഇഷ്ടമുണ്ടായിട്ടും തനിക്ക് ആഗ്രഹമുണ്ടായിട്ടുമുള്ള അവസരങ്ങളും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ആ സ്വഭാവം നിങ്ങളെ ഒരു ത്യാഗിയായി മാറ്റും പലപ്പോഴും. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. നിർണായക ഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും കൈമാറി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. മറ്റാർക്കുമല്ല, ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ, താല്പര്യത്തോടെ, തനിക്ക് ജയിക്കണമെന്നുള്ള ആർജവത്തോടെ എപ്പോഴും മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ പോകുമ്പോഴും സ്നേഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടി പലതും നൽകാനും പലതും ത്യജിക്കാനും നിങ്ങൾ തയ്യാറാണ്. ആ ആളുടെ സ്നേഹത്തിന് വേണ്ടി ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങളും മറക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൽ സമചിത്തത പാലിക്കാനുള്ള ഒരു മനസ്സ്, അത് നിങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആക്കി മാറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ മനസ്സ്,
മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളാനുള്ള നിങ്ങളുടെ ആ വിശാലമായ ഹൃദയം അത് നിങ്ങളെ ഒരു പോസിറ്റീവ് എനർജിയിൽ എപ്പോഴും നിർത്തും. 2ാം സ്ഥാനത്ത് എത്തുമ്പോഴും അല്ലെങ്കിൽ 2 എന്ന അക്കം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തനിക്ക് ജീവിതത്തിൽ എല്ലാം നേടണ്ട, തൻ്റെ മനസ്സിന് തൃപ്തിയുള്ളത് മാത്രം മതി എന്നുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈശ്വരൻ ഓരോന്നും ഓരോ സമയത്ത് നിങ്ങൾക്കായി നൽകും. അത് നിങ്ങൾക്ക് കണ്ടറിയാനും കഴിയും. ആഗ്രഹിച്ചാൽ മതി, ഈശ്വരൻ അത് സാധിച്ചു തരും, കുറച്ച് വൈകിയാലും. അടുത്തതായിട്ട് 3ാമത്തെ അക്കം, 3 എന്ന അക്കം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത്. ജീവിതത്തിൽ മുന്നേറണമെന്നുള്ളൊരാഗ്രഹമൊന്നുമില്ല. മറ്റുള്ളവരെ വെട്ടിപ്പിടിച്ച് മത്സരബുദ്ധിയോടെ എന്തെങ്കിലും നേടണമെന്നോ തനിക്ക് മാത്രം നേട്ടം മതിയെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് എന്നുള്ളതാണ്. ജീവിതത്തിലൊരു ഉത്തരവാദിത്തക്കുറവ് എവിടെയും കാണുന്നുണ്ട്. തൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി, തൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾ, ഉത്തരവാദിത്വമില്ലാത്ത ആൾ, എല്ലാം മറ്റുള്ളവർക്കായിട്ട് നീക്കി വെച്ചിട്ട് സ്വയം ബലിയാടാകുന്ന ഒരാൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വിശേഷിപ്പിക്കാം. ഒന്നിനും ഒരു താല്പര്യവുമില്ലാത്ത പോലെ. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് വിധിച്ചത് കൃത്യമായി കിട്ടും, അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാനിങ്ങനെ ഓടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഈശ്വരൻ നിശ്ചയിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഞാൻ ആളുകളെ തെറ്റിദ്ധരിച്ചിട്ടും ഞാൻ ആളുകളെ മോശമായി ധരിച്ചിട്ടും ഒന്നും കാര്യമില്ല. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും അന്യായമായി ആഗ്രഹിക്കുന്നില്ല. എല്ലാം എല്ലാവർക്കും ലഭിച്ചതിന് ശേഷം മാത്രം എനിക്ക് മതി എന്നുള്ള ചിന്തയുമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്ന ഒരു സ്ഥിരം പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകി മറ്റുള്ളവരോട് കയർത്തൊന്നും പറയാതെ അവരെന്ത് വിചാരിക്കും, അവർക്കെന്ത് തോന്നുമെന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല പരാജയങ്ങളും പല വഞ്ചിക്കലുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിതത്തിൽ എല്ലാം റെഡിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം കൃത്യതയോടെ ആക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും അവർ പറയുന്നത് അതേപടി അനുസരിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും അവരുടെ താളത്തിന് തുള്ളുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടതാണ്. എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കുള്ളത് നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഈശ്വരൻ അവസാനം എടുത്തു വച്ചിട്ടുണ്ടാകും. എല്ലാ പരീക്ഷണങ്ങളും എല്ലാ കടമ്പകളും എല്ലാ വെല്ലുവിളികളും കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരുടെയും കൈകൾ കാലിയാകുമ്പോൾ നിങ്ങളെ ഈശ്വരൻ സമൃദ്ധിയിലാക്കും. അപ്പോഴാണ് ഓടിപ്പിടിച്ചവരും വെട്ടിപ്പിടിച്ചവരും ആർത്തി പിടിച്ച് നടന്നവരൊക്കെ മനസ്സിലാക്കുന്നത് യഥാർത്ഥ വിജയി നിങ്ങൾ തന്നെയായിരുന്നെന്ന്. മനസ്സ് ഒരുപാട് വേദനിക്കുന്നതിന് ഈശ്വരൻ ഒരു പ്രതിഫലം നിങ്ങൾക്ക് നൽകും. അത് സന്തോഷപൂർണമായ ഒരു ജീവിതമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.